വികാസത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അയാൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് അയാൾ തുറന്നു പറയുന്നുണ്ട്. എങ്കിലും അയാൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ലേബലിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അയാളുടെ വ്യക്തിജീവിതത്തിൽ വലിയ നഷ്ടം അയാൾക്കുണ്ടാവുന്നു. അപ്പൊ ഇത് എവിടെയോ അയാളുടെ ഈ മറ്റൊരു രീതിയിൽ വികാസം പ്രാപിച്ച് വളരേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വത്തിന് അതിന്റെ ഒരു വളരെ ടെൻഡർ ഏജിൽ തന്നെ കിട്ടിയിട്ടുള്ള സെറ്റ് ബാക്കുകൾ അയാളെ തകർത്ത് കളഞ്ഞു എന്നതാണ് സത്യം. അതാണ് ശരിക്കും നാരായണനിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം താൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയുടെയോ അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി പ്രസ്ഥാനത്തിന്റെ ഭാഗമൊന്നും അല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ തന്നെ അയാൾക്ക് വിധത്തിൽ കിട്ടുന്ന ഒരു ആഘാതം അത് തന്നെയാണ്. പിന്നെ വ്യക്തി ജീവിതത്തിലും അതിന് സമൂഹം കൂടി ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് അനവധി നാരായണന്മാരെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ പറ്റും. ഒരാളിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ അയാൾ കുറ്റവാളിയാക്കപ്പെടുക, മറ്റ് സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളിൽപ്പെട്ട് അയാളുടെ വ്യക്തിബന്ധങ്ങൾ, വ്യക്തി ജീവിതത്തിൽ മറ്റു ക്ഷതങ്ങൾ ഏൽക്കുക എന്ന് പറയുമ്പോൾ വളർന്ന് വേറെ രീതിയിൽ വികസിക്കേണ്ടിയിരുന്ന ഒന്നിനെയാണ് തല്ലിക്കൊഴിക്കുന്നത്. നാരായണ ഒരു പാവം, ഒരുപാട് ദൗർബല്യങ്ങളുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ആ പരാജയം. അതിന്റെ തുടർച്ചയാണ് പിന്നീട് അയാൾ ഈ തെറ്റായ വഴികളിലൂടെയും അല്ലെങ്കിൽ അയാൾക്ക് വഴി നഷ്ടപ്പെടുന്നു, തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അവിടെ നമുക്ക് വ്യക്തമായി കണ്ടെത്താവുന്ന മറ്റൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് പറയാം. ഞാൻ അതിനെ ഒരു താങ്കളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. നാരായണൻ കൂട്ടുകുടുംബത്തിന്റെ സൃഷ്ടിയാണ്. നാരായണൻ അച്ഛൻ, അമ്മ, വലിയമ്മ, ഇളയച്ഛൻ എന്നൊക്കെ പറയുന്ന ഈ ബന്ധങ്ങളുടെ ചരടുകൾക്കിടയിലാണ് നാരായണൻ നിൽക്കുന്നത്. പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ കൂട്ടുകുടുംബത്തിൽ നിന്നും ഭിന്നിച്ച് ഒരു 4 തലമുറയെങ്കിലും അണുകുടുംബങ്ങളിലൂടെ സഞ്ചരിച്ച് വന്നിട്ടുള്ളതാണ് ഇന്നത്തെ യുവ തലമുറ എന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന ബന്ധങ്ങളുടെ ചരടുകൾക്കിടയിലല്ല അവർ നിൽക്കുന്നത്. അവർക്ക് ബന്ധങ്ങളെന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും അപ്പുറത്തുള്ള മറ്റ് ബന്ധങ്ങളുമായി എത്രമാത്രം റിലേറ്റഡ് ആണ് പുതിയ തലമുറ എന്ന് അന്വേഷിക്കാവുന്നതാണ്. ഒരു വലിയമ്മ ജീവിതത്തിൽ സുപ്രധാനമായൊരു ഒരു റോൾ വഹിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ജനറേഷൻ അന്യമായൊരു കാര്യം കൂടെയാണ്. അതെനിക്ക് തോന്നുന്നത് പുതിയ ജനറേഷന്റെ സിനിമകളിൽ തന്നെ ഇത്തരം ബന്ധങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സിന്റെ അഭാവവും നമുക്ക് കാണാൻ പറ്റും. ഈ രവി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു വിശദാംശങ്ങളും ആ സിനിമയിൽ നമ്മൾ നൽകുന്നില്ല. ആ പേരിന്റെ അപ്പുറത്ത് അയാൾക്കൊരു കുടുംബം, മറ്റ് ബന്ധങ്ങൾ, ഇയാൾ എവിടുത്തുകാരൻ. കാരണം അയാൾ പ്രതികരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഈ അണുകുടുംബങ്ങളുടെ സൃഷ്ടിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അയാളെന്ന് നാരായണൻ തമ്മിൽ ആ രീതിയിൽ വലിയ അന്തരമുണ്ട്. അത് 2 കാലത്തെ കേരളത്തിന്റെ സോഷ്യോ സെറ്റപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. മനുഷ്യനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും സംബന്ധിച്ച ഒരു അടിസ്ഥാന മുദ്രാവാക്യങ്ങളോ സിനിമയിലില്ല. ഇത് ഒരു തരത്തിൽ പാർശ്വവൽക്കരണം എന്ന് പറയുന്നത് ജാതീയമായ അല്ലെങ്കിൽ സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾ മാത്രമൊന്നല്ല, വ്യക്തിയുടെ മനസ്സും പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു സ്പെസിമനായിരുന്നു നാരായണൻ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിന്റെ ആവർത്തനങ്ങൾ ഈ സമൂഹത്തിലുണ്ടാവും. തന്റെ ഐഡിയോളജി, തന്റെ വിശ്വാസങ്ങൾ ചുറ്റുമുള്ള ഈ മൊത്തം സിസ്റ്റവുമായി ചേർന്ന് പോവാതെ, എന്നാൽ അതിനോട് യുദ്ധം ചെയ്യാനോ കലഹിക്കാനോ ധൈര്യമില്ലാതെ അവനവനിലേക്ക് ഒതുങ്ങുകയോ അവനവനോട് മാത്രം സംസാരിക്കാൻ മാത്രം കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഒറ്റപ്പെടുന്ന നാരായണന്മാർ ഇന്നും ഇതിനകത്തുണ്ട്. അവർക്ക് വേറെ രൂപഭാവങ്ങളായിരിക്കുന്നേ ഉള്ളൂ. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ പറഞ്ഞിരുന്നു. ഈ അക്കാദമി ചെയർമാൻ രാജീവ് നാഥ് എന്റെ പഴയ സുഹൃത്താണ്. ഞാൻ അക്കാദമി ചെയർമാനായിട്ടൊന്നല്ല രാജീവ് നാഥിനെ അറിയുന്നത്. രാജീവ് നടക്കുന്ന ആൾക്കാരിനോട് ഞാൻ പുനഃപരിശോധിക്കാം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വരുന്നത്. ഈ ഫിപ്രസി, നെറ്റ്പാക് അവാർഡുകളില്ല, ഓഡിയൻസ് പോൾ എന്ന് പറഞ്ഞ അവാർഡില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ രാജീവ് നാഥിനെ വിളിച്ച് പറഞ്ഞു എന്റെ തീരുമാനത്തിന് ഞാൻ കുറച്ചു നേരം നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതാണ് സിറ്റുവേഷൻ. പിന്നീട് ആ തീരുമാനങ്ങളൊക്കെ, സമിതിയുടെ അത്തരം തീരുമാനങ്ങളൊക്കെ ഇവര് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ആ സമയത്ത് രാജീവ് നാഥിന്റെ കോൾ വന്നു, ഇനിയെങ്കിലും നിങ്ങൾക്ക് പ്രദർശിപ്പിച്ചുകൂടെ എന്താണ്. ഒപ്പം എന്റെ സഹപ്രവർത്തകരുടെ അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പക്ഷെ അങ്ങനെ തീരുമാനം മാറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്നലെ ആ സിനിമ കൈരളി തിയേറ്ററിലൊരു
ഒരു ഫുൾ ഹൗസിൽ ആ സിനിമ പ്രദർശിപ്പിച്ചപ്പം ഞാൻ സിനിമ കാണാൻ നിന്നില്ല. പക്ഷേ എൻ്റെ കൊളീഗ്സ് അതിനകത്തുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് അവരെല്ലാവരും തന്നെ ഇത് ഗോവയിലും അവരിൽ പലരും ഗോവയിലും ബാംഗ്ലൂരിലൊക്കെ പടം കണ്ടതാണ്. പക്ഷെ അവർ പറയുന്നു ആ സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പ്രേക്ഷകരുടെ സാന്നിധ്യമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. അവരതിൻ്റെ ഓരോ ഈ സബ് ടെക്സ്റ്റൽ മീനിങ്ങിലൂടെയും സഞ്ചരിക്കാൻ മനസ്സുകൊണ്ട് അതിനോട് റിലേറ്റഡായി നിന്നുകൊണ്ട് അവർ ആ സിനിമ കണ്ടു. അപ്പോൾ യു മിസ് ദ സ്ക്രീനിങ് എന്നാണ് എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ തീരുമാനം മാറ്റി വെച്ചത് നന്നായി. കാരണം അത്തരമൊരു എലീറ്റ് ആയിട്ടുള്ള ഒരു ക്രൗഡിന് മുമ്പിൽ അത് കാണിക്കാൻ പറ്റി എന്നുള്ളത് ചിലപ്പോൾ ഇനി ആ സിനിമയ്ക്ക് അത്തരമൊരു സദസ്സിന് സാധ്യവുമല്ല. സുഹൃത്ത്, ഇത് ഒരു സിനിമയുടെ പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലേബൽ ഒട്ടിക്കാൻ വേണ്ടി അടുത്തത് ഒരു ദളിത് സിനിമ ചെയ്ത് കളയാം. അല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എന്നെ എന്താണോ ഫീൽ ചെയ്യിക്കുന്നത്, ഈ ദളിത് എന്ന് പറയുന്നത് ഒരാളുടെ നിറം കൊണ്ടും ഞാൻ വിശ്വസിക്കുന്നില്ലാത്ത ഈ ജാതീയമായ വേർതിരിവുകൾ, സാമൂഹികമായ വേർതിരിവുകൾ ഇട്ടിട്ടാണ് നമ്മളൊരാളെ ദളിതൻ എന്ന് വിളിക്കുന്നത്. ജാതീയവും സാമൂഹികവുമായി ഇതിന്റെ ഈ സവർണ മണ്ഡലത്തിൽ ജീവിക്കുന്ന ഏറ്റവും ക്ഷുദ്രമായ മാനസികാവസ്ഥ പകരുന്ന ഒരാളെ നമുക്ക് വിമർശിക്കാവുന്ന അല്ലെ? അപ്പൊ സ്വയം ദളിതനെന്നുള്ള പ്രയോഗം തന്നെ മാച്ചു കളയേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് നല്ല മനുഷ്യൻ ചീത്ത മനുഷ്യൻ എന്ന് തന്നെ രണ്ട് രീതിയിലേക്ക് ഇതിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. എത്രയോ വർഷങ്ങളായി ദളിതൻ, സവർണൻ, അവർണൻ ആ ടാഗ്ലൈനുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മളെല്ലാം ഇപ്പൊ ഐഡിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതേ അവസാനം ഈ ആധാർ കാർഡിൽ അവസാനിക്കുകയാണ് നമ്മളൊക്കെ തന്നെ. അതിലേക്ക് കൊണ്ടുവരിക. പിന്നുള്ളത് മറ്റു ഇഷ്യൂസാണ്. അതിനിപ്പോ ദളിത് ഇഷ്യൂ എന്നൊന്നല്ല. ഇപ്പൊ വയനാടിന്റെ ആദിവാസി ഇഷ്യൂ എന്ന് പറയുന്നതിന് അത് മനുഷ്യന്റെ ഇഷ്യൂ ആയിട്ട് കാണാൻ, അതെ, അത് അത്തരം അതിനു വേണ്ടിയെല്ലാം ലേഖനങ്ങൾ എഴുതുന്നവരും ഫിലിംസ് ചെയ്യുന്നവരും ഡോക്യുമെന്ററീസ് ചെയ്യുന്നവരൊക്കെ തന്നെ അതുണ്ട്. ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ സ്പർശിക്കുന്നതും എനിക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നതുമായ ഒരു വിഷയം മാത്രമേ ഞാൻ അതിന്റെ പുറകെ ഞാൻ പോവാറുള്ളൂ എന്ന് മാത്രമാണ്. Actually, the film had a very good process because we were working on each and every role as we were having a lot of non-actors and non-professional actors in the crew. So we had almost 3 months of workshopping and character study. Basically, we went to a lot of courts. I personally followed a public prosecutor and I attended her sessions. I interviewed her, I asked her her personal life, and we were also doing the scene rehearsals with the actors. And the whole process was very lengty, but that helped us as actors because if you have seen the film, it's so real that we had to be in that zone. We, as professional actors, me and our producer actor Vivek Gombar, we were the only professional actors. All others were non-actors or non-professional actors. So we really had to shed our typical actors thing, and we had to unlearn quite a few things, to be comfortable. And also we had to make the non-actors and the non-professional actors comfortable. So for that whole ensemble to work, we needed that time. And I think the whole credit goes to Chaitanya and the script, because the script demanded that. He took a lot of efforts into the process, and the whole cast was involved for almost 3 to 4 months before the film, before we went on floors. ഇല്ല, ഞാൻ അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം സത്യത്തിൽ ഒരു സിനിമയുടെ അധികം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ, ഒരു വലിയ പാരമ്പര്യമില്ലാതെ, ഒരുപാട് അസിസ്റ്റന്റ് ആയിട്ടോ ഒന്നും വർക്ക് ചെയ്യാതെ സ്വന്തം ഡോക്യുമെന്ററീസും ഷോർട്ട് ഫിലിംസും ഒക്കെ മാത്രം ചെയ്ത് പരിചയം കൊണ്ട് ശരിക്കും ഞാൻ IFFK പോലും ഫസ്റ്റ് IFFK അറ്റൻഡ് ചെയ്യുന്നത് പോലും ഞാൻ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ പാസ് പോലും എടുക്കാൻ അറിയില്ലായിരുന്നു. ഇവിടുത്തെ ഒരാൾക്കൂട്ടം അതിനിടയിൽ വന്നിട്ട്
ശരിക്കും പാസ് എല്ലാം കാലാവധി കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ടാഗ് സംഘടിപ്പിച്ചിട്ട് ഈ നമ്മുടെ കൈരളി ശ്രീ തിയേറ്റർ പുതുക്കി പണിയുന്നതിന് മുന്നേ അവിടെ ഒരു അകത്ത് കയറാൻ പറ്റുമായിരുന്നു. കോമ്പറ്റീഷൻ സിനിമകൾ മാത്രം കണ്ട് അവിടെ തന്നെ ഇരുന്ന് സിനിമ കാണുകയും ഇതിനിടയിൽ ന്യൂ തിയേറ്ററിൽ ഒരു ദിവസം പോയിട്ട് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്ന ഇപ്പം ഗോവയിൽ വിൻ ചെയ്ത സിനിമയുടെ രവിയാത്തന്റെ ഡയറക്ടറുടെ സിനിമ കാണുകയും അങ്ങനെ ഒരു അവസരം കിട്ടി. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അതൊരു കോമ്പറ്റീഷനിലെത്തി. എൻ്റെ സിനിമ 7 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സിനിമ കോമ്പറ്റീഷനിലെത്തി. അപ്പൊ അതിലുപരിയായിട്ട് ഞാൻ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഒരു ആംബിയൻസിനെ ബേസ് ചെയ്ത് ഫിലിം ഫെസ്റ്റിവലിലെ ഡെലിഗേറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ഡെലിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യു ഫിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2010 ഹെർസോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ രഞ്ജി സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഇന്റർവ്യൂ ഒക്കെ തന്നിരുന്നു. അതിനുശേഷം ഞാൻ ഈ എന്റെ കുറച്ച് ഡോക്യുമെന്ററീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ചേർത്തിട്ട് ഞാൻ ഒരു DVD ഉണ്ടാക്കി. അതിനടുത്ത വർഷം ഞാൻ ഇവിടെ ഈ IFFKയുടെ വേദികളിൽ ഞാൻ കൊടുത്തിട്ട് 200 രൂപ വെച്ചിട്ട് ഞാൻ വിൽക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ രഞ്ജിത്ത് സാറിന്റെ അടുത്ത് ഞാൻ DVD കൊടുത്തു. DVD കൊടുത്തപ്പോൾ പുള്ളി എനിക്ക് 200 രൂപ 500 രൂപ തന്നിട്ട് ബാക്കി പൈസ വെച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞത് എനിക്കിപ്പോൾ നല്ലൊരു ഓർമ്മയുണ്ട്. അപ്പം രഞ്ജിത്ത് സാറിനെ പോലുള്ളവരോടൊപ്പം വലിയ പരിചയമില്ലാത്ത എനിക്ക് ഇങ്ങനെ ഒന്ന് വേദി പങ്കിടാനും ഒക്കെ അവസരം ഒരുക്കി തന്നത് ശരിക്കും എന്റെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയോടുള്ള ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഇതൊരു ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു താരങ്ങളൊന്നുമില്ലാത്ത ഈ മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനത്തെ ഒരു അഭിനയിച്ചിട്ടുള്ളവരാരുമില്ല. ശരിക്കും പുതിയ ആൾക്കാരാണ് എല്ലാവരും. ഞാൻ ഏകദേശം എല്ലാ കഥാപാത്രങ്ങളെയും ശരിക്കും ഓഡിഷൻ ചെയ്ത് തപ്പിയെടുക്കുകയായിരുന്നു. ഏകദേശം എന്റെ പ്രധാന കഥാപാത്രം തന്നെ 84ഓളം പേരെ ഞാൻ ഓഡിഷൻ ചെയ്തിട്ട് 84ാമത്തെ ആളെയാണ് ഞാൻ കണ്ടെത്തിയത്. സനലമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. NSD ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളും നാടകത്തിൽ നിന്നും ഡബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ക്യാമറാമാന്റെ ആദ്യത്തെ സിനിമയാണ്, എഡിറ്ററുടെ ആദ്യത്തെ സിനിമയാണ്. മറ്റുള്ളവരുടെ എല്ലാം എനിക്ക് തോന്നുന്നു സൗണ്ടിൽ മാത്രമാണ് ചിത്രാഞ്ജലിയിൽ ഹരികുമാർ സാർ വർക്ക് ചെയ്തിരിക്കുന്നത്, നസീർ ചന്ദ്രനും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേറെ തരത്തിലുള്ള ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്. ഇപ്പം ഇതിപ്പോ അങ്ങനെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആദ്യം ഈ സിനിമ ശരിക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം 2.5 വർഷത്തെ പരിശ്രമമാണ്, 2.5-3 വർഷത്തെ പരിശ്രമമാണ്. ഏകദേശം 120ഓളം ലൊക്കേഷനിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്, ഇടുക്കി, ആലപ്പി, കൊല്ലം, കോട്ടയം, കൂടുതലും കാട്ടിനുള്ളിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയിൽ നമ്മുടെ സ്റ്റേറ്റ് അവാർഡിൽ സബ്മിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഈ സിനിമ ശരിക്കും ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു മീഡിയയിലൂടെ വാർത്ത വന്നു, ചെയർമാൻ ഇല്ലാതെയാണ് ഇത് നടക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ ഒരു RTI കൊടുത്തിട്ട് അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം RTI കൊടുത്തപ്പോഴാണ് ഈ സിനിമ ഉൾപ്പെടെ പല സിനിമകളും കണ്ടിട്ടില്ല എന്ന് എനിക്ക് അക്കാദമി തന്നെ എനിക്ക് തന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ലോകായുക്തയിൽ കേസ് കൊടുക്കുകയും. അപ്പം ശരിക്കും കാണാത്തൊരു സിനിമ, അങ്ങനെ തഴയപ്പെട്ട ഒരു സിനിമ, പിന്നെ പലയിടത്തും എടുത്തിട്ടില്ല ഈ സിനിമ, പലയിടത്തും ഡിസ്കസ് ചെയ്യുകയും ഒന്നും ചെയ്യാത്ത ഒരു സിനിമ. ശരിക്കും ബോംബെ ഫെസ്റ്റിവലിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു വേൾഡ് പ്രീമിയർ വന്നത്. അതിനുശേഷം ബാംഗ്ലൂർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അവിടെ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടി. അതിനുശേഷം IFFKയിൽ, അതിന് മുന്നേ IFFKയുടെ സെലക്ഷൻ റിസൾട്ട് വന്നു, കോമ്പറ്റീഷനിലെടുത്തു, ചെന്നൈയിലെടുത്തു. അപ്പോൾ അങ്ങനെ എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വളരെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് എന്താ പറയാ അങ്ങനെ കിട്ടിയതിലുള്ള ഒരു സന്തോഷമുണ്ട്. അതോടൊപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇതാണ് എനിക്ക് പറയാനുള്ളത്.